ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചാണ് നവകേരള സദസ്സ് അവസാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നേരിട്ട് കടക്കാൻ ഇടതുമുന്നണിയെ നവകേരള സദസ്സ് സഹായിച്ചു. സർക്കാരിനെതിരെയുള്ള ഉശിരൻ പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷവും പോരിന് സജ്ജമായി. കാസർഗോഡ് സർക്കാർ അതിഥി മന്ദിരത്തിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊണ്ട് നവകേരള ബസ് ഓടിത്തുടങ്ങിയപ്പോൾ കേരള രാഷ്ട്രീയവും ഒപ്പം ചലിച്ചു. ബസിന്റെ ആഡംബരം എത്ര എന്നതിനെ ചൊല്ലിയായിരുന്നു ആദ്യ വിവാദം. പിന്നെ രാഷ്ട്രീയ പ്രചാരണത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തി. രാഷ്ട്രീയ പരിപാടിയല്ലെന്നും സർക്കാർ പരിപാടി മാത്രമാണെന്നും പറഞ്ഞ സർക്കാർ പ്രതിരോധിച്ചു. എങ്കിലും നവകേരള സദസ്സിന്റെ ആദ്യവസാനം ഉയർന്നു കേട്ടത് രാഷ്ട്രീയ ചർച്ച തന്നെയായിരുന്നു. കേന്ദ്രത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഞ്ഞടിച്ചു. നവകേരള സദസ്സിന്റെ വേദികളിൽ ഉള്ള പ്രസംഗങ്ങൾക്ക് പ്രതിപക്ഷം മറുപടിയുമായി എത്തി. കല്യാശ്ശേരിയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM അനുഭാവികൾ മർദ്ദിച്ചതും മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതും വലിയ വിവാദമായി. യാത്ര പോകെ ഭരണ പ്രതിപക്ഷ പ്രവർത്തകരുടെ ഏറ്റുമുട്ടൽ തെരുവുകളെ യുദ്ധക്കളമാക്കി. സർവകലാശാല സെനറ്റുകളിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശത്തിനെതിരെ SFI തെരുവിലിറങ്ങി. ഗവർണറുടെ മറുപടിയും തെരുവിലിറങ്ങി SFIയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നുവെന്ന ഗവർണറും ഗവർണർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നുവെന്ന് രാഷ്ട്രപതിക്ക് പരാതി അയച്ച മുഖ്യമന്ത്രിയും പോരു കടുപ്പിച്ചു. ബ്രാഞ്ച് തലം മുതൽ മുന്നണിയുടെ സംഘടനാ സംവിധാനത്തെ സജീവമാക്കാൻ ഇടതുമുന്നണിയെ നവകേരള സദസ്സ് സഹായിച്ചു എന്ന ഉറപ്പ്. ഉറങ്ങിക്കിടന്ന പ്രതിപക്ഷത്തിനും അടിയും തിരിച്ചടിയും കൊണ്ട് ജീവൻ വെച്ചു. അവസാന ലാപ്പിൽ പ്രതിഷേധങ്ങളുമായി BJPയും കളം പിടിച്ചു. ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അരങ്ങൊരുക്കുകയായിരുന്നു ഭരണമുന്നണിയും UDFും BJPയും. പ്രധാനമന്ത്രിയുടെ വരവും സംസ്ഥാന അധ്യക്ഷന്റെ കേരള യാത്രയും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേഗം നൽകും. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ മുന്നേറ്റമുണ്ടാക്കാനാണ് UDF ശ്രമം. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്തും ഗവർണർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടിയും ഇടതുമുന്നണിയും തയ്യാറെടുക്കുകയാണ്. നവകേരള സദസ്സിനായി നാടിളക്കി മറിച്ചുള്ള പ്രചരണ പരിപാടികളിലൂടെ ഭരണപക്ഷവും സർക്കാരിനെതിരായ സമര പരമ്പരകളിലൂടെ പ്രതിപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നാളുകൾ.